ഉണ്ടായെന്ന് പറഞ്ഞാൽ അവർ നോർമലിൽ അവരെ ഡ്രസ്സൊക്കെ അങ്ങ് മാറ്റി. ഡ്രസ്സ് ഈ ടോപ്പും ഉയർത്തി പാൻറ്റും ഒക്കെ ഊരി അങ്ങനെ. അപ്പം ഒരു വൾഗറായിട്ടുള്ള രീതിയിലാണ് അവർ നിന്നത്. അപ്പോൾ നമുക്ക് ആർക്കും അങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റാത്ത, മെന്നിനും ആർക്കും ഒന്നും അടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. പക്ഷേ പോലീസ് അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയ സമരമാണ് ഭിന്നലിംഗക്കാർ കഴിഞ്ഞ ദിവസം കൊല്ലം റൂറൽ പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തിയത്. നിയമത്തെ വെല്ലുവിളിച്ചും റോഡ് ഉപരോധിച്ചും മനഃപൂർവ്വം ഇവർ സംഘർഷമുണ്ടാക്കുകയായിരുന്നു. തുണി ഉരിഞ്ഞും ഉയർത്തിക്കാണ്ടിയുമുള്ള പ്രാകൃതമുറകൾ സമരക്കാർ സ്വീകരിച്ചതോടെ പുരുഷ പോലീസുകാർ ഉൾവലിഞ്ഞു. ഈ തക്കം നോക്കിയാണ് എണ്ണത്തിൽ കുറവായ വനിതാ പോലീസുകാരെ ആക്രമിച്ചത്. ലാത്തി ചാർജ് നടത്താനുള്ള വനിതാ പോലീസിൻ്റെ നീക്കം പരാജയപ്പെട്ടു. ലത്തി പിടിച്ചുവാങ്ങിയും തടിക്കഷ്ണങ്ങൾ കൊണ്ടും പോലീസിനെ ആക്രമിച്ച് ഇവർ തെരുവിലഴിഞ്ഞാടി. മണിക്കൂറുകളാണ് ഇവർ നാട്ടുകാരെയും പോലീസിനെയും നേരിട്ടത്. ഇതിനിടയിൽ സോഡാക്കുപ്പി കൊണ്ടുള്ള ഏറിൽ കൊട്ടാരക്കര CI ജയകൃഷ്ണൻ്റെ തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റു. 6 തുന്നലാണ് തലയ്ക്ക് വേണ്ടി വന്നത്. സമരത്തിൽ അപ്രതീക്ഷിതമായുണ്ടായ അക്രമം പോലീസ് ഒരു തരത്തിലും പ്രതീക്ഷിച്ചില്ല. ഭിന്നലിംഗക്കാരുടെ ഇത്തരത്തിലുള്ള അക്രമ സമരമുറകൾ ഏത് രീതിയിൽ നേരിടണമെന്നും പോലീസിന് കൃത്യമായ കണക്കൂട്ടലുകളില്ലായിരുന്നു. എന്തായാലും മാനമില്ലാത്ത സമരമുറകളിൽ പുരുഷ പോലീസുകാർ ഉൾപ്പെടെ സമരരംഗത്തുനിന്നും മാറി നിൽക്കേണ്ടി വന്നത് നിയമം കയ്യിലെടുക്കാനും അക്രമങ്ങൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ അഴിച്ചുവിടാനും ഭിന്നലിംഗക്കാർക്കായി. എന്തെല്ലാമോ കാണിച്ചു. മനുഷ്യൻ്റെ അടുത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അവർ കാണിച്ചു. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും മോശമില്ലയോ? ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത്? അതും ഉദ്യോഗസ്ഥന്മാരെല്ലാം നിൽക്കും. ഒരു പദവിയിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഒരുപാട് പേരില്ലയോ? ഇങ്ങനെയുള്ള പരിപാടിയായിരുന്നു. പിന്നെ അതുപോലെ വന്ന് കടയിലോട്ടൊക്കെ വന്ന് ഇടിച്ചു കയറി. അപ്പുറത്തെ അണ്ണൻ്റെ സ്കൂട്ടർ എടുത്ത് കളഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയന്നുപോയി. പോലീസ് പരമാവധി അടങ്ങി നിന്നതാണ്. അവർക്കറിയാം തൊട്ടുപോയാൽ പ്രശ്നമാണ്. അവർ പരമാവധി നിന്നത്. അവർ പക്ഷേ വണ്ടികളൊന്നും പോകാതെ നിവർത്തിയില്ല. ബൈക്കുകാരെല്ലാം കൂടെ ഭയങ്കര ബഹളം ഉണ്ടാക്കി. DPOയിൽ സമരത്തിന് വന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഗാന്ധിമുക്കിൽ വെച്ച് റോഡ് ഉപരോധം നടത്തുമായിരുന്നു. അന്നേരം റോഡിൽ വാഹനങ്ങൾ പോകാതായപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങി. ആ സമയത്ത് സമരക്കാരുമായിട്ട് പിടിവലിക്കിടയിൽ ഒരു ട്രാൻസ്ജെൻഡർ വടി പോലെ, ലത്തി പോലെ കറുത്ത എന്തോ ഒരു നീളമുള്ള വടി വെച്ചിട്ട് പുള്ളിക്കാരുടെ തലയ്ക്ക് അടിച്ചതാണ്. അവരുടെ കയ്യിൽ മൺകട്ടയും കല്ലും കുപ്പിച്ചില്ലും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല CIക്ക് നെറ്റിയിൽ എയർ കൊണ്ടിട്ടാണ് സ്റ്റിച്ചുണ്ട്, കുപ്പി കൊണ്ട് എറിഞ്ഞത് സ്റ്റിച്ചുണ്ട്. വേറെ ഒരു SIക്ക് പരിക്കുണ്ട്. ചർച്ചയ്ക്കൊക്കെ DPO SP സാറിനെ കാണാൻ പോയിട്ട് വന്നവരാണ്. പക്ഷേ അതിനിടയ്ക്ക് വീണ്ടും ഒരു വയലൻ്റായിട്ട് തിരിച്ചു വന്നിട്ടാണ് ഇങ്ങനെയുള്ള രീതിയിലുള്ള അക്രമങ്ങളൊക്കെ കാണിച്ചത്. അവരെ എണ്ണവും കൂടുതലുണ്ട്. അവർ പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളെക്കാളും നല്ലതായിട്ട് ഭയങ്കര അക്രമാസക്തമായിട്ടുള്ള രീതിയായിരുന്നു അവർക്ക്. ഇവരെ ഒരു സൈഡിലോട്ട് ഒതുക്കി വണ്ടികൾ പോകാൻ പറഞ്ഞു. അതവർക്ക് ദേഷ്യമായിപ്പോയി. അതാണ് അവർ വയലൻ്റ് ആവാൻ കാരണം. വൃത്തികെട്ട രീതിയിലാണ് പെരുമാറിയത്. സോഡാക്കുപ്പിയൊക്കെ എടുത്തെറിഞ്ഞു. ഞങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞു, കടക്കകത്തോട്ട് മാറ്റി. പോലീസുകാരെ എവിടെവർ സോഡാക്കുപ്പി എടുത്ത് എറിഞ്ഞു. എവിടെവർ ബഹളം ഉണ്ടാക്കി. എൻ്റെ കടക്കകത്ത് കയറി ഞാൻ പിടിച്ചിറക്കി. ഭയങ്കര വളമായിരുന്നു, കഴിഞ്ഞോട്ടായിരുന്നു. എവിടെവർ തുണിയെല്ലാം പോയി കാണിപ്പായിരുന്നു. പിന്നെ എവിടെവർ ചെയ്യാത്തൊന്നുമില്ല. ആകെ ഭയങ്കര ചീത്തവിളിയും ബഹളമൊക്കെ ആയിരുന്നു. ആൾക്കാരൊക്കെ ഓടുപ്പും എറിയും അടിയും കൈ കിട്ടിയതൊക്കെ എടുത്ത് എറിയുമായിരുന്നു. പൊതുജനങ്ങളെ വരെ എവിടെവർ ബഹളമായിരുന്നു. സാധനങ്ങളെല്ലാം വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിച്ചില്ല. ഞാൻ അപ്പടി പറഞ്ഞ സാധനങ്ങളെല്ലാം വാരി അകത്തിട്ട് നമ്മൾ വൈന്നു. ഞാൻ ഒറ്റയ്ക്കല്ല അവിടെ, നമ്മളങ്ങ് വൈന്നു പോയി. പിന്നെ ഞാൻ ഇവിടെ 2 എണ്ണത്തിനെ വലിച്ച് വെളിയിട്ട്. അത് എന്തൊരു ആരോഗ്യം നമ്മൾ പറഞ്ഞതല്ലേ. ഒത്തി ഞാൻ പിടിച്ചിട്ട് ഞാനിത് ഒരുത്തി കുത്തിലാണ് പിടിച്ച് ഞാനെങ്കിൽ വെളിയിൽ തള്ളി വെളിയിറങ്ങാൻ പോയി. പിന്നെ അപ്പോഴേ പോലീസുകാർ വന്ന് അവരെ പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റി. അവനൊന്നും അറിയാൻ വയ്യ. പോലീസ് എന്ത് ചെയ്യാൻ പറ്റും? വല്ലാത്ത സാഹചര്യമായിരുന്നു. ഒരു 3-4 മണിക്കൂർ നേരം ഇവിടെ സകല വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യാതായി. നമ്മുടെ സോഡാ കുപ്പി, ഗ്ലാസ്, പിന്നെ മുട്ടായ പാത്രങ്ങളുണ്ട്. നമ്മുടെ വണ്ടി അവിടെ ഇരുന്നതാണ്. വണ്ടി തള്ളി മറിച്ചിട്ട് പിന്നെ അവർ മൊത്തത്തിൽ പിന്നെ ഒന്ന് മണ്ടേ കയറി. പിന്നെ പോലീസുകാരെ ലാത്തിയെല്ലാം പിടിച്ചു പറിച്ച് മുകളിലോട്ട് എറിഞ്ഞ് ലാത്തി വെച്ച് നിൽക്കുന്നവരെല്ലാം അവൾ ഉതിരിക്കാൻ ചെന്നു. അങ്ങനെയുള്ള ബഹളങ്ങളായിരുന്നു. ഭയങ്കര അടിയാട്ടമായിരുന്നു ഇവിടെ. പക്ഷെ പോലീസുകാരൊക്കെ നോക്കി നിൽക്കുക. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാം തുണിയെല്ലാം മുക്കി കാണിച്ച് ആൾക്കാരെ. നാണക്കേടായിപ്പോയി എന്നുള്ള നമുക്ക് ജനങ്ങൾക്ക് നാണക്കേടായിപ്പോയി. ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു വല്ലാത്ത സമരമായിപ്പോയി. പോലീസിനെതിരെയും സമൂഹത്ത് പല കാര്യങ്ങൾക്കെതിരെയും തൊഴിൽ പ്രസ്ഥാനത്തിനെതിരെയും സമരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സമരം ഒരു വല്ലാത്തൊരു സമരമാണ്. അത് മാത്രമല്ല, നാട്ടിൽ നമ്മളിതെല്ലാം പറയുന്നെങ്കിലും പോലീസുകാർക്കെതിരെ കുറ്റവും കൂറും ഒക്കെ നമ്മൾ പലരും പറയാറുണ്ട്. പോലീസിലെ നല്ല ആൾക്കാരുണ്ട്, ചിലപ്പോൾ ഒരു 10-20% അതിനകത്ത് കുഴപ്പക്കാരും ഉണ്ട്. പക്ഷേ എങ്കിലും പോലീസിൻ്റെ ഒരു സംരക്ഷണം നമ്മളെല്ലാവരും ഈ നാട്ടിൽ നടക്കുന്നത്.
പോലീസ് ഇല്ലെങ്കിൽ നമുക്ക് സുരക്ഷിതമില്ല. അത് പരമസത്യമാണ്. അവർക്കൂടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നൊരു സമരം എന്ന് പറയുമ്പം അത് വളരെ വിപത്താണ്. സിയുടെ തലയ്ക്ക് നെറ്റിയിൽ ഒരു 4 സ്റ്റിച്ചുണ്ട്. അത് ഈ സോഡാ കുപ്പി വെച്ച് എറിഞ്ഞ ഒരു പരിക്കാണ്. ബാക്കി SIക്കും ഒരു വനിതാ പോലീസിനും ഒരു പോലീസുകാരനും പരിക്കുണ്ട്. പിന്നെ ചെറിയ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ചെറിയ പരിക്കുകളുണ്ട്. പരിക്കുകൾ CIയുടെ പരിക്ക് വളരെ ഇത്തിരി ഗൗരവമുള്ളതാണ്. അതിനനുസരിച്ച് നമ്മൾ കേസെടുക്കുകയാണ്. അതെ. ഇതിൻ്റെ കാരണം നേരത്തെ ഇവർക്കെതിരെ ഒരു കേസുണ്ടായിരുന്നു. ആ കേസിൻ്റെ ട്രയൽ ഇന്ന് കോടതിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് സമൻസ് ചെന്നപ്പോൾ ആ സമൻസിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്നലെ DPOയിലേക്ക് SP അദ്ദേഹത്തെ കാണാൻ വരികയും SP അദ്ദേഹം അത് ഇപ്പോൾ ആ എൻക്വയറി പരിഗണിക്കാം, അതൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നോക്കാം എന്ന് പറയുകയും ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. അതിനൊരു ഓർഡറും അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഇന്ന് അവർ കൂടുതൽ വയലൻസ് ആയിട്ട് കസ്റ്റഡിയിൽ ഇപ്പോൾ 20ഓളം പേര് കസ്റ്റഡിയിലുണ്ട്. 20ഓളം പേര് കസ്റ്റഡിയിൽ. നീ പ്രതീക്ഷിക്കുന്നത്